അതും പോയിട്ട് അവൻ ഈ ലൈറ്റൊക്കെ മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റോക്ക് ആക്കാൻ പോവുകയാണ്. പുതിയ പീസ് ഇവിടെ വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, പഴയ പീസ് ഇതാണ് കിടക്കുന്നതാണ്. ഈ ലൈറ്റൊക്കെ ഉള്ളതാണ് പഴയ പീസ്. ഹലോ വാട്ട്സപ്പ് ഗൈസ്, ദിസ് ഈസ് മീ MEC46. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമല്ല. നമുക്ക് ഇതിൻ്റെ ഒരു പാർട്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം ഇതിലാണെങ്കിൽ ഇവിടെ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും പോയിട്ട് അവൻ ഈ ലൈറ്റൊക്കെ മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റോക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ തപ്പിയതിലിപ്പോൾ എനിക്ക് ഈ സൈഡ് 2 പീസും പിന്നെ ഈ സെൻട്രൽ പീസ് പുതിയതാണ് വാങ്ങിച്ചിട്ടുള്ളത്. സെൻട്രൽ പീസ് പുതിയതാണ്, മറ്റേ 2 സൈഡും സെക്കൻഡ്സാണ്. ബിബിൻ എന്ന് പറഞ്ഞ പയ്യനാണ് എനിക്ക് തന്നത്. അപ്പോൾ ഇതിൽ വയ്ക്കാനുള്ള ഈ സൈഡ് ഒരു ഗ്രാബ് ഉണ്ടല്ലോ, അത് മാത്രം കിട്ടിയിട്ടില്ല. അപ്പം ഇതൊക്കെ മാറ്റി നമ്മളത് സെറ്റ് ചെയ്യണമെന്ന് കാണാൻ പോകുന്നത്. ജസ്റ്റ് വലിയൊരു വെറൈറ്റി വീഡിയോ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി, അതായത് സ്റ്റോക്ക് ആക്കണം കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയ പുതിയ പീസ്. പക്ഷേ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവൻ നമ്മളെ സ്റ്റീഫൻ, അതായത് ബ്ലാക്ക് ട്രോൺസിൻ്റെ വെച്ചിരുന്ന പീസാണ് ഇത് ബിബിന് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ മാറ്റി ഞാൻ പുട്ടിയിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെയാണെങ്കിൽ ഗ്രീൻ സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇത് ഗ്രീനാണ് കേട്ടോ. ആ ഗ്രീൻ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ എന്തായാലും ആവശ്യം വരും, മറ്റേ പിടി കിട്ടുമ്പോൾ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ആയിട്ടൊന്ന് ഇത് വെച്ച് അടച്ചൊട്ടിച്ചതിന് ശേഷം ഇതാ ഇവിടുത്തെ ഒരു ഹോളുണ്ട്, അതും കൂടെ ക്ലിയർ ചെയ്യണം. അടച്ച് ഇത്ര ലെവൽ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിപ്പം നമ്മളെ സീറ്റ് ഓപ്പൺ ചെയ്യണം. സീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8ൻ്റെ ബോൾട്ടുകളാണ് ഇതൊക്കെ ജസ്റ്റ് ആയിട്ടൊന്ന് ഊരിയെടുത്ത് ഈ പിടി ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ പിടി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, പൊട്ടിപ്പാളി സൈപ്പ് സംഭവം പറഞ്ഞാൽ അവൻ ഇതിൽ കൊണ്ടുപോയ സമയത്ത് ഇവന്മാർ ഇതിൽ കെട്ടി വെച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഈ ലൈറ്റൊക്കെ പൊട്ടിയത്. ഞാനത് ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിൻ്റെ പിക്ക് ഇപ്പോൾ സൈഡിൽ ആഡ് ചെയ്തിരിക്കുക. അവസ്ഥ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഫുള്ളായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം പെയിൻറ്റ് ചെയ്ത പീസ് കാണാം. ആ പഴയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞാൻ സെക്കൻഡ്സ് എടുത്ത പീസാണ്. പിന്നെ ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചാൽ മാത്രം ഇപ്പോൾ പണി പാളിയിട്ടുണ്ട്. കണ്ടോ, അവിടെ ഒരു റിഫ്ലക്റ്റഡ് ടൈപ്പ് സ്റ്റിക്കറാണ് ഒട്ടിച്ചത്. അപ്പോൾ ഈ പെയിൻറ്റ് വീഴുമ്പം അത് വന്നിട്ട് ഇങ്ങനെ പൊള്ളി ചെയ്ത് കൂടെ ഇരിക്കും. അതേപോലെയാണ് മേളിലുള്ളത്. അതാണ് ഇതിൻ്റെ പ്രശ്നം മെയിനായിട്ട്. പക്ഷേ ബാക്കി ക്ലാമ്പ് എല്ലാം ഉണ്ട്. പിന്നെ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുതിയ പീസ് ഇവിടെ വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, പഴയ പീസ് ഇതാണ് കിടക്കുന്നതാണ്. ഈ ലൈറ്റൊക്കെ ഉള്ളതാണ് പഴയ പീസ്. ഇത് പുതിയ പീസാണ് വെച്ചിട്ടുള്ളത്. ഈ സൈഡ് 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് പീസുകളാണ്. ഇത് മാത്രമാണ് ഫ്രഷ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ലൈറ്റ് വയ്ക്കണം ഇതിൽ. പക്ഷേ ഈ താഴെ റിഫ്ലക്ടർ ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. വേറെ വണ്ടി വന്നാലും ആ റിഫ്ലക്ടറിൽ വെട്ടം അടിച്ച് നമുക്ക് തൽക്കാലം പിടിച്ചിരിക്കാൻ പറ്റും. എന്തായാലും ഒരു ലൈറ്റ് സെറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ഇത് കട്ട് ചെയ്യാതെ ചെയ്യണമെങ്കിൽ, കാരണം ഇത് പുതിയ പീസായതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ ഇത്തിരി മടിയാണ്. അപ്പോൾ ഈ റിഫ്ലക്ടർ നമുക്ക് വലിയ യൂസ്ഫുൾ തന്നെയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആകെപ്പാടെ കിട്ടിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചത് അത് പിന്നെ ഇളക്കിക്കളയും. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാമ്പ് നമ്മൾ സെറ്റാക്കണം, എവിടെയെങ്കിലുമൊക്കെ സെറ്റാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ YBRൻ്റെ കാരിയർ തന്നെ സെറ്റാക്കാൻ നോക്കാം ഇവിടെ. ഓക്കെ, അപ്പം മാറ്റ് അടിച്ചപ്പോൾ തന്നെ കുറച്ച് ഫിനിഷിങ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.